സായിറാം, എല്ലാവർക്കും സായി കൃപവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബാബ ലെൻഡി ബാഗിന് എന്താണെന്നൊക്കെ പറയാം. ലെൻഡി ബാഗിൽ നടന്ന ഒരു അത്ഭുത കഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബാബയെ നമ്മൾ പലയിടത്തും പല രീതിയിൽ വർണ്ണിക്കാറുണ്ടല്ലേ. ചിലർ പറയുന്നുണ്ട് ബാബ ശിവാവതാരമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റു ചിലർ പറയുന്നുണ്ട് ഒരുപാട് മഹാന്മാരുടെ ജനറേഷൻസിൽ ഓരോരോ മഹാന്മാർ ജനിച്ചിട്ടുണ്ടെന്നും അതിൽ അക്കൽക്കോട്ട് മഹാരാജന് ശേഷം നമുക്ക് കിട്ടിയ ഒരു മഹാനായ സദ്ഗുരുവാണ് സായിബാബ എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. ബാബ തന്നെ പല അവസരങ്ങളിൽ ബാബയുടെ കൂടെയുള്ള ഭക്തന്മാർക്കും അതുപോലെ ബാബയെ വിശ്വസിക്കുന്നവർക്കും ബാബ താനൊരു ദൈവീകമായ ഒരു സൃഷ്ടിയാണെന്ന് പല അവസരങ്ങളിൽ ബാബ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു അത്ഭുത ലീലയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ലെൻഡി എന്ന് പറയുന്ന സ്ഥലം വന്നിട്ട് ആദ്യം അത് ഷിരഡിക്ക് അടുത്താണ്. ആദ്യം വെറും നമ്മൾ പറയില്ലേ ഒന്നും തരിശു ഭൂമിയായിട്ട് കിടന്ന ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലത്തെ ബാബ ദിവസവും നമ്മൾ സായി സച്ചരിത്രത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, ദിവസവും 2 നേരം ലെൻഡിയിലേക്ക് പോവുകയും അവിടെ ബാബയുടെ കൈകൊണ്ട് നട്ടുവളർത്തിയ ചെടികൾ അത് ബാബയുടെ കൈകൊണ്ട് അതിന് ഡെയിലി വെള്ളമൊഴിക്കുകയും ഒക്കെ ചെയ്ത് അതിനെ വലിയൊരു പൂന്തോട്ടമാക്കി മാറ്റി ബാബ. അത് ഇന്നും അവിടെ അങ്ങനെ തന്നെ സൂക്ഷിച്ചു പോകുന്നുണ്ട്. ലെൻഡി പൂന്തോട്ടം എന്ന് പറയുന്നത് അവിടെ ഇന്നും ബാബ നട്ടു വളർത്തിയ വൃക്ഷങ്ങൾ ഇന്നും കാണപ്പെടുന്നുണ്ട്. അവിടെ അത്രയ്ക്കൊരു പുണ്യ സ്ഥലമാണ് ലെൻഡി എന്ന് പറയുന്നത്. പക്ഷേ അതിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ബാബയുടെ മഹാസമാധി വരയ്ക്കും ബാബയോടൊപ്പം ഉള്ള അടുത്ത ഭക്തന്മാർക്ക് പോലും ലെൻഡി പൂന്തോട്ടത്തിനകത്ത് പ്രവേശനമില്ലായിരുന്നു. അതിന് പുറത്ത് വരയ്ക്ക് മാത്രമേ അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ആകെ ആ പൂന്തോട്ടത്തിൽ പ്രവേശനമുണ്ടായിരുന്നത് ബാബയ്ക്കും അബ്ദുൽ ബാബയ്ക്കും മാത്രമായിരുന്നു കേട്ടോ, മഹാസമാധി വരയ്ക്ക്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ബാബ ലെൻഡിയിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഭക്തന്മാർ ബാബയെ ഇങ്ങനെ അനുഗമിച്ച് പോകുമായിരുന്നു, ലെൻഡിക്ക് പുറത്ത് വരെ, പൂന്തോട്ടത്തിന് പുറത്ത് വരെ. അങ്ങനെ ഒരു ദിവസം ബാബയും ബാബയുടെ മറ്റൊരു ഭക്തനും ഇങ്ങനെ പോകുന്ന സമയത്ത് ബാബ ആ പോകുന്ന വഴിയിൽ ഫുള്ളും വെള്ളം ഇങ്ങനെ ആകെ നനഞ്ഞ് കിടക്കുകയായിരുന്നു ആ സ്ഥലം ഫുള്ളും. അപ്പോൾ സ്വാഭാവികമായിട്ടും നടന്നു പോകുന്ന സമയത്ത് കാൽപാദത്തിൻ്റെ അടയാളം അവിടെ പതിയും അല്ലേ. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അപ്പോൾ ബാബയുടെ പുറകിൽ നിന്ന് പോകുന്ന ഭക്തൻ പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ ബാബയുടെ കാൽപാദത്തിൻ്റെ അടയാളം പതിയുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു അത്ഭുതം കണ്ടു. ബാബയുടെ കാൽപാദങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ പാദങ്ങളുടെ അടയാളങ്ങളിൽ ചില ദൈവീകമായ ചിഹ്നങ്ങൾ കണ്ടുവെന്നാണ് പറയപ്പെടുന്നത്. ദൈവീകമായ ചിഹ്നങ്ങളെന്ന് പറയുമ്പോൾ ശംഖ്, ചക്രം, താമര, ധനുഷ് ഇതുപോലുള്ള ദൈവീക സങ്കല്പമുള്ള ചിഹ്നങ്ങൾ ആ പാദമുദ്രയിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ബാബയുടെ ഒരു അടുത്ത ഭക്തനാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് മനസ്സിലാക്കിയത്, ഞാൻ ചിലപ്പോൾ ബാബയോടുള്ള ആത്മാർത്ഥമായ ഭക്തി കൊണ്ടും ബാബ തന്നോടൊപ്പം നിൽക്കുന്ന ഭക്തന്മാരുടെ ജീവിതത്തിൽ കാണിക്കുന്ന അത്ഭുത ലീലകൾ കൊണ്ടും ബാബയിൽ അങ്ങേയറ്റം ഭക്തി കൊണ്ട് എനിക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കാം ഈ ഒരു പാദമുദ്രകളിലുള്ള ഈ പ്രത്യേക തരത്തിലുള്ള ദൈവികമായ ചിഹ്നങ്ങൾ എന്ന് വിചാരിച്ച് അദ്ദേഹം ഓടിപ്പോയി നമ്മൾ സായി സച്ചരിത്രയിൽ വായിക്കുന്ന മുലായം ശാസ്ത്രി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഇതുപോലെ എനിക്കെന്തോ അതിലൊരു പ്രത്യേകത തോന്നുന്നുണ്ടെന്ന് പറയുകയും മുലായം ശാസ്ത്രി അത് വന്ന് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിനും കാണുന്നത് അതേ ഒരു ദൈവികമായ ചിഹ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ബാബ ലെൻഡിയുടെ അകത്തേക്ക് പോകുന്നുണ്ട്. ചെടികൾക്കെല്ലാം വെള്ളം നനച്ച് തിരിച്ചു വരുന്ന സമയത്ത് മുലായം ശാസ്ത്രി പറയുകയാണ്, ബാബയുടെ കാൽപാദങ്ങളിൽ ഇത്രയും ദൈവികമായ ചിഹ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും ബാബയുടെ കൈകളിലും അതേ ചിഹ്നങ്ങൾ കാണാം. അപ്പോൾ അത് കാണാനുള്ളൊരു ആകാംക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ബാബ തിരിച്ചു വരുന്ന സമയത്ത് ബാബയോട് പറയുകയാണ്, ബാബ എനിക്ക് ബാബയുടെ കൈകളും കാണണമെന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പാദത്തിൽ തന്നെ ഇത്രയും ദൈവികമായ ചിഹ്നങ്ങൾ കാണുന്നു. അത് കാണാനുള്ള ഭാഗ്യം തന്ന ബാബ ദയവായും ബാബയുടെ കൈകൾ കൂടി ഞങ്ങൾക്ക് കാട്ടിത്തരണം. ആ ഒരു കൈകളിലെ ആ മുദ്രകളും കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാകണം എന്ന് പറയുന്ന സമയത്ത് ബാബ അതിന് വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അത് കാരണം ബാബ എവിടെയും ബാബ സ്വയം ഒരു ദൈവിക അവതാരമാണെന്നോ ബാബ ഒരു മഹാസിദ്ധനാണെന്നോ എന്ന് എവിടെയും ബാബ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ബാബ അതിനെ നിഷേധിക്കുന്നുണ്ട്, കൈകൾ കാട്ടിക്കൊടുക്കുന്നതുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ബാബയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ടായിരുന്നു. അതിലൊന്ന്, ബാബ ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാസമാധി വരയ്ക്കും ബാബയുടെ ജീവിതത്തിൽ അത് തുടർന്ന് പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അത് ബാബ നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ പാഠവുമായിരുന്നു. അതിലൊന്ന് ഞാൻ ഈ പറയുന്ന ലെൻഡിയിലേക്കുള്ള ദിവസവും 2 നേരം പോവുക, ചെടികൾ നനയ്ക്കുക, ആ ഒരു ശീലം ബാബ മഹാസമാധി വരയ്ക്കും തുടർന്നുകൊണ്ടേയിരുന്നു. 2,
ബാബ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ബാബ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചാവടിയിൽ ഉറങ്ങാറുണ്ട് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ആദ്യമൊക്കെ ബാബ അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ ഇന്നീ കാണുന്ന ദ്വാരകാമായി എന്ന് പറയുന്ന സ്ഥലം ബാബ ഉണ്ടായിരുന്ന സമയത്ത് ഇത്രത്തോളം സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സച്ചരിത്രയിൽ തന്നെ പറയുന്നുണ്ട് ഒരു പൊട്ടിപ്പൊളിഞ്ഞ മസ്ജിദായിരുന്നു ദ്വാരകാമായി എന്നാണ്. അപ്പോൾ ഒരു ദിവസം ശക്തമായ കാറ്റും മഴയും ഉണ്ടാവുകയും ദ്വാരകാമായി ഫുള്ളും വെള്ളം കൊണ്ട് നിറയുകയും ചെയ്ത സമയത്ത് ഭക്തന്മാർ ബാബയെ നിർബന്ധിക്കുകയാണ്, ഇവിടെ ഇന്ന് ഉറങ്ങണ്ട, നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറാമെന്ന് ഭക്തന്മാർ നിർബന്ധിക്കുകയും ആദ്യമൊക്കെ ബാബ അതിനോട് വിസമ്മതിച്ചെങ്കിലും പിന്നീട് ഭക്തന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി ചാവടിയിൽ ഉറങ്ങുകയും ചെയ്തു. അതിനുശേഷമാണ് ബാബ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചാവടിയിൽ ഉറങ്ങുന്നത് പതിവാക്കിയത്. അതും ബാബയുടെ മഹാസമാധി വരയ്ക്കും അതും തുടർന്നുകൊണ്ടിരുന്നു. ഇനി നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ബാബ സ്വന്തം കൈകൊണ്ട് കത്തിച്ച ധ്വനി ഇന്നും അവിടെ അണയാതെ കത്തുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഉദി എന്ന മഹാ അത്ഭുതം അത് ബാബയെ വിശ്വസിക്കുന്ന എല്ലാ ഭക്തർക്കും ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതും ബാബയിൽ തുടങ്ങി ഇന്നും അതിനൊരു മാറ്റവുമില്ലാതെ നീണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ലെൻഡിയിൽ ബാബ നട്ടു വളർത്തിയ 2 വൃക്ഷങ്ങൾക്കിടയിൽ ബാബ ഒരു ദീപം തെളിയിച്ചിട്ടുണ്ട്. ആ ദീപത്തിന് നന്ദദീപം എന്നാണ് പറയുന്നത്. അതിന്നും അവിടെ അണയാതെ കത്തുന്നുമുണ്ട്. അപ്പോൾ ഇത്രയേറെ ബാബ ഒരു ദൈവാവതാരമാണെന്നുള്ളതിൽ ബാബയുടെ ഭക്തന്മാർക്ക് യാതൊരുവിധ സംശയവുമില്ല അല്ലേ. അപ്പോൾ ഇത്രയും മഹത്തായ സദ്ഗുരുവായ ബാബയെ അറിയാനും ആ ബാബയിൽ വിശ്വസിക്കാനും നമ്മുടെ സങ്കടങ്ങളൊക്കെ ബാബയോട് പറയാനും സാധിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു മഹാഭാഗ്യം ബാബ നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തുടർന്നു പോകണം എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയല്ലേ. അതുപോലെ തന്നെ ഇത്രയും ഒരു ഭാഗ്യം നമുക്ക് തന്ന ബാബയ്ക്ക് ആദ്യമേ തന്നെ കോടാനുകൂടി നന്ദിയോടൊപ്പം ഒരു സാഷ്ടാംഗ പ്രണാമമാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല. ബാബയുടെ കഥകൾ കേൾക്കാനും ബാബയുടെ ലീലകൾ കേൾക്കാനും അതുപോലെ തന്നെ ബാബ എന്ന വ്യക്തിയെ അടുത്തറിയാനും സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു പുണ്യം ആർക്കും വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര തന്നെ വിഷമങ്ങൾ ഉണ്ടായാലും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ്, ബാബ എൻ്റെ ജീവിതത്തിൽ എത്ര തന്നെ ദുരിതങ്ങൾ ഉണ്ടായിക്കോട്ടെ, എത്ര തന്നെ സങ്കടങ്ങൾ ഉണ്ടായിക്കോട്ടെ, എത്ര തന്നെ കഷ്ടപ്പാടുകൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ആ സമയത്തൊക്കെ അതിനെ വളരെ ശക്തമായി നേരിടാനുള്ള ഒരു മനഃശക്തി എനിക്കുണ്ടാകണേ. ഒപ്പം ആ പ്രോബ്ലം, ആ ഒരു പ്രശ്നം ബാബയോടൊപ്പം ചേർന്ന് നിന്ന് തരണം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കണമേ. ഇത് മാത്രം മതി നിങ്ങളുടെ പ്രാർത്ഥനയിൽ. നമ്മളുടെ എല്ലാ സങ്കടങ്ങളും പൂർണ്ണമായി വിവരിച്ച് പറയണമെന്നില്ല, കരഞ്ഞു പ്രാർത്ഥിക്കണമെന്നില്ല. നമ്മുടെ ജീവിതം കഷ്ടങ്ങളില്ലാത്തൊരു ജീവിതമാക്കണമേ എന്നും പ്രാർത്ഥിക്കേണ്ടതില്ല. കഷ്ടങ്ങൾ വന്നോട്ടെ, എത്ര തന്നെ വലിയ ദുരിതങ്ങൾ വന്നോട്ടെ, അതൊക്കെ നേരിടാനുള്ള ശക്തി ബാബ തരണം. ഒപ്പം ബാബ എന്ന ശക്തിയോട് കൂടെ ചേർന്ന് നിന്ന് എനിക്കത് തരണം ചെയ്യാൻ സാധിക്കണം. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ എന്നും പറഞ്ഞു നോക്കൂ. ഉറപ്പായും അവിടെ ബാബയുണ്ടാകും. നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷനായി നിങ്ങളുടെ കൂടെ തന്നെ ബാബയുണ്ടാകും കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ബാബ തരട്ടെ. ഓം സായിറാം.